കേരളം ഞെട്ടിയ ഒരു നീചമായ ക്ഷേത്രക്കൊള്ളയിൽ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നാളെ നീളെ എന്ന മട്ടിൽ ആ കുറ്റപത്രം വൈകുമെന്ന് ഉറപ്പായി. ആ ക്രൈമിന്റെ രീതി എന്താണെന്നോ തുണ്ടി എവിടെയാണെന്നോ ഇരുട്ടിൽ തപ്പുന്ന SIT വീണ്ടും സാമ്പിൾ ശേഖരിച്ച് മുംബൈ ലാബിലേക്ക് അയക്കാൻ പോകുന്നു. കോടതി അംഗീകാരം കൊടുക്കുന്നു. VSSലെ പരിശോധന മാസങ്ങൾ നീണ്ടുപോയതാണ്. പുതിയ പരിശോധന എത്ര നാൾ നീളുമെന്ന് ആർക്കറിയാം. അതിനിടയിലാണ് UDFൽ ചെക്ക് വെച്ച് കൊടിമര നിർമ്മാണത്തിലെ ക്രമക്കേട് പരിശോധിക്കാൻ കോടതിയോട് നിർദ്ദേശം. SITയോടല്ല, ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് പരിഗണിച്ച് വിജിലൻസിനോടാണ് ത്വരിത പരിശോധന നടത്താനുള്ള നിർദ്ദേശം. വാജുവാഹന കൈമാറ്റത്തിലും അന്വേഷണമുണ്ട്. ആ കൊടിമര നിർമ്മാണം കൃത്യമായി ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടന്ന ഒന്നാണെന്നതിന് അന്ന് സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടുകളും കോടതി ഉത്തരവുകളും സാക്ഷ്യമാണ്. അന്ന് സംശയമില്ലാതെ ഇന്ന് സംശയം വരുന്നതിൽ രാഷ്ട്രീയ ബാലൻസിംഗ് എന്ന ആരോപണം വരുന്നുമുണ്ട്. അന്വേഷണം അങ്ങനെ ആരോപണം പോലെ തരാതരം തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള രാഷ്ട്രീയ വഴിയാണെങ്കിൽ ഈ മാഫിയാക്കൊക്കെ സടിച്ചുകൊണ്ടുപോയ അയ്യപ്പന്റെ സ്വത്ത് ആര് കണ്ടെത്തും? കൊടിമരം കയറുന്നു അന്വേഷണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.